കൊല്ലം നെടുവത്തൂരിൽ കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കുന്നതിനിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 3 പേർ മരിച്ചു. ദാരുണാന്ത്യം കൊട്ടാരക്കര ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റ് അംഗം സോണി എസ് കുമാറിന്. നെടുവത്തൂർ സ്വദേശിനി അർച്ചനയും സുഹൃത്ത് ശിവകൃഷ്ണനും മരിച്ചു. രക്ഷാപ്രവർത്തനത്തിനിടെ കിണറിന്റെ കൈവരി ഇടിഞ്ഞു. മരിച്ച അർച്ചന 3 കുട്ടികളുടെ അമ്മ. ഗസ സമാധാന കരാറിന്റെ ആദ്യഘട്ടമായ ബന്ദിമോചനം അല്പസമയത്തിനകം. ബന്ദികളെ സ്വീകരിക്കുവാനുള്ള ഒരുക്കങ്ങൾ ഇസ്രായേലിൽ പൂർത്തിയായി. ഈജിപ്തിൽ ട്രംപ് ഉൾപ്പെടെ 20 ലോക നേതാക്കൾ പങ്കെടുക്കുന്ന 3ാം ഘട്ട സമാധാന ചർച്ച. ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണക്കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവരെ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യും. ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 2 എഫ്ഐആറുകൾ. ആരോപണ വിധേയരായ ദേവസ്വം ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യും. ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന. ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറിയുടെ പരിശോധന ഇന്നും തുടരും. അഫ്ഗാൻ പാക് അതിർത്തിയിലെ സംഘർഷത്തിന് താൽക്കാലിക വിരാമം. പാക് ആക്രമണത്തിൽ 9 സൈനികരെ നഷ്ടമായെന്ന് താലിബാൻ. സമാധാനമായി പരിഹാരം കാണാനാണ് താൽപര്യമെങ്കിലും പാകിസ്ഥാൻ തിരിച്ചടിക്കാൻ തുനിഞ്ഞാൽ വെറുതെ ഇരിക്കില്ലെന്ന് അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി. സംഘർഷം അവസാനിപ്പിക്കണമെന്ന് ഇറാനും സൗദിയും ഖത്തറും. ഭിന്നശേഷി അധ്യാപക നിയമനത്തിൽ ഇന്ന് സർക്കാരിന്റെ സമവായ ചർച്ച. സഭകളുടെ നിയന്ത്രണത്തിലുള്ള സ്കൂളുകളിലെ നിയമനങ്ങളും അംഗീകരിക്കും. മുനമ്പം കോടതി വിധിയിൽ മുഖ്യമന്ത്രി വിളിച്ച യോഗമിന്ന്. പിണറായി വിജയൻ ഡൽഹിയിലേക്ക് പോയത് മകന്റെ പേരിലുള്ള കേസ് ഒതുക്കാനെന്ന് കെ.എം. ഷാജി. അമിത്ഷാ മന്ത്രാലയം വിട്ടിറങ്ങി വന്ന് പിണറായിയെ കണ്ടെന്നും കെ.എം. ഷാജി. സംസ്ഥാനത്തെ സ്കൂളുകളിൽ പാഠ്യപദ്ധതി പരിഷ്കരണത്തിന് ഒരുങ്ങി വിദ്യാഭ്യാസ വകുപ്പ്. കായിക വിദ്യാർത്ഥികൾക്ക് കൂടി ഗുണകരമാകുന്ന രീതിയിലാകും പരിഷ്കരണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി.